ജയറാമേട്ടനുമായിട്ട് ദിനേശേട്ടൻ സംസാരിച്ചപ്പോൾ ജയറാമേട്ടൻ ഇളയരാജയെക്കുറിച്ച് ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം പറയുന്നു. അദ്ദേഹം മുമ്പ് സംഗീത മേഖലയിൽ നിൽക്കുമ്പോൾ സിനിമയിലൊന്നും വരുന്നതിന് മുമ്പ് അദ്ദേഹം ചില പാർട്ടികൾക്കൊപ്പം പ്രവർത്തിക്കുകയും ചില പരിപാടികളൊക്കെ നടത്തി എന്നുള്ളതാണ് അത് ജയറാമേട്ടൻ ദിനേശേട്ടനോട് സൂചിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ദിനേശേട്ടൻ വളരെ കാര്യമായി എടുക്കുകയും ഒരു പ്രമുഖ പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെന്റിൽ വലിയ വാർത്തയായി വരികയും ചെയ്തു. അത് എസ് ദിനേശ് എന്ന ജേർണലിസ്റ്റിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിക്കൊടുത്തു. പക്ഷേ ഒരു വേള ജയറാമിൻ്റെ മുന്നിൽപ്പെട്ടപ്പോൾ ജയറാം അദ്ദേഹത്തോട് പറയുന്നു, ഇളയരാജ എന്നെ വിളിച്ചിരുന്നു, ഇളയരാജ എന്നോട് വളരെ മോശമായി പെരുമാറിയെന്ന്. പക്ഷേ ജയറാം അദ്ദേഹത്തോട് മോശമായി പെരുമാറിയില്ല. പക്ഷേ അത് എസ് ദിനേശ് എന്ന വ്യക്തിയിൽ ജേർണലിസ്റ്റിൽ ഉണ്ടാക്കുന്ന വലിയ കുറ്റബോധമുണ്ട്. ആ കുറ്റബോധത്തെക്കുറിച്ച് അദ്ദേഹം അതിൽ വിശദമായി എഴുതിയിട്ടുമുണ്ട്. അതൊരു